നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ചെറിയ റീഡിങ്സ് ആണ്. ഗൈഡൻസും വളരെ ചെറുതായിട്ടത്, ഇതും വളരെ ചെറുതാണ്. ഓക്കെ, സോ ഇന്ന് റിലേഷൻഷിപ്പിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളൊരു സ്റ്റോൺ നിങ്ങൾ ചൂസ് ചെയ്യുക, ഇതിലൊരു ക്രിസ്റ്റൽ നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, ഇത് ഫസ്റ്റ് പൈൽക്കാർക്ക് ഇത് നമ്മളൊരു പേർപ്പിൾ മെത്തിസ്റ്റിൻ്റെ ആണിത്, ആ പേർപ്പിൾ ക്രിസ്റ്റലാണ്. ഓക്കെ, ഇത് ബ്ലൂ കളർ ക്രിസ്റ്റലാണ്. ഓക്കെ, ഐ തിങ്ക് അക്വാമറിന്നോ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഓക്കെ, വോട്ടെവർ ഇറ്റ് ഈസ്, നല്ല ഭംഗിയുള്ള കളറാണ്. ഓക്കെ, ബ്ലൂ കളർ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട കളർ നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, പേർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഓക്കെ, സോ പൈൽ 1 പൈൽ 2 നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് വളരെ ചെറിയൊരു റീഡിംഗ് ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തോളൂ, ടൈം എടുത്ത് പോസ് ചെയ്തോളൂ. ഓക്കെ, ഏത് പൈലാണ് വേണ്ടതെന്ന്. ഞാൻ ഫസ്റ്റ് നമുക്ക് പൈൽ 1 ചെയ്യാം. പൈൽ 1 പർപ്പിൾ ചൂസ് ചെയ്ത ആൾക്കാർക്ക് കാണില്ല അല്ലേ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? കംപ്ലൈൻറ്റ്. ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ അബൌട്ട് മീ, ബി മൈൻ ഫോർ എവർ, ഫൗണ്ടേഷൻ. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഐ തിങ്ക് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണിനോട്. എപ്പോഴും നിങ്ങൾ പറയാറുള്ള കാര്യമായിരിക്കാം ദറ്റ് ഐ തിങ്ക് അവർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്ന തരത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളിപ്പോൾ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പേഴ്സൺ പക്ഷേ ആ സമയത്ത് നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നത് ബി മൈൻ ഫോർ എവർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മൈ ഓൺലി വൺ ആൻഡ് ഓൺലി ഡ്രീം ഇസ് ടു മേക്ക് എ ഫാമിലി വിത്ത് യു. ഓക്കെ, ആൻഡ് ഫൗണ്ടേഷൻ അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ്, ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു. രണ്ടും പറയുന്നത് ആക്ച്വലി ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ്, ലോങ് ടേം റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ലൈഫ് മുന്നോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി പോലെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം, ഈവൻ മരണം വരെ, ഗ്രോ ഓൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വയസ്സാവുന്നവരെ ഒക്കെ നമ്മൾ ഒന്നിച്ച് വേണം എന്ന രീതിക്കൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അത്രയും ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ നമ്മൾ തമ്മിലുണ്ടാക്കണം എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കംപ്ലയിൻ്റ് ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ എപ്പോഴും അവരോട് പറഞ്ഞു മതിയായിട്ട് ഐ തിങ്ക് ഐ ഹാവ് അഡ്ജസ്റ്റഡ് എ ലോട്ട്, നോ മോർ നൗ, ഐ ജസ്റ്റ് വാണ്ട് പീസ്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സെൽഫ് ഹീലിംഗിലേക്ക് വരുന്നുണ്ടാവാം. ഓക്കെ, ആ നിങ്ങളൊന്ന് സെൽഫ് ലവിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ഇപ്പോൾ അവരിൽ ഐ തിങ്ക് ആ ഒരു റിയലൈസേഷൻ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ അവർക്കിപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ലൈഫ് വേണം. ഓക്കെ, അവർക്ക് ഫ്യൂച്ചർ വേണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് മാരേജ് പോസിബിൾ അല്ലെങ്കിലും ഓക്കെ, നമ്മൾ പറയില്ലേ ഒന്നിച്ച് നമ്മൾ എപ്പോഴും ഉണ്ടാവണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് പൈൽ 1 മെസ്സേജ്. ഓക്കെ, ഞാൻ പൈൽ 2 എടുക്കാം. കാർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പൈൽ 2 ബ്ലൂ കളർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. Let's see. The end. Okay. Fascination and care. ഓക്കെ, റിഗ്രറ്റ് ഉണ്ട്. ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക, സെപ്പറേഷൻ, ബ്രേക്കപ്പ്, അല്ലെങ്കിൽ അകൽച്ച, മാറി നിൽക്കൽ, ഓക്കെ, പെട്ടെന്ന് ഒരു ബ്ലോക്ക് ചെയ്തുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണാം. ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്ന സെപ്പറേഷനാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കാം, പേഴ്സൺ മാറി നിൽക്കുന്നതായിരിക്കാം, നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അവർക്ക് റിഗ്രറ്റ് ഉണ്ട് ഒരുപാട്. പക്ഷേ ഓക്കെ, അങ്ങനെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ദേ റിഗ്രറ്റ്. ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. അവർക്ക് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് അകൽച്ചയുണ്ടെങ്കിൽ അതിനെ ശരിയാക്കാനും ഒക്കെ അല്ലാതെ അവരുടെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം വരുന്നുണ്ട്. ഓക്കെ, അവർ പറഞ്ഞു കാണാം ദാറ്റ് ഓക്കെ നമുക്ക് മൂവ് ഓൺ ചെയ്യാം എന്ന രീതിക്കൊക്കെ പറഞ്ഞു കാണും. പക്ഷെ ഇപ്പോൾ കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫാസിനേഷൻ, യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു and care, my only medicine is in my pain is you. Okay, അവർക്ക് അകന്നിട്ടുണ്ടെങ്കിലും എവിടെയോ അവർ പറയുന്നത് എനിക്ക് അത്രയും ആ ഒരു കെയർ കിട്ടുന്നത് എൻ്റെ അടുത്ത് നിന്നാണ് എന്നാണ് പറയുന്നത്. അവർ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് അവരുടെ പെയിനിന് ഒരു മരുന്ന് എന്ന രീതിക്കാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ക്യൂട്ട് സ്മൈൽ അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നൊരു മെസ്സേജ് കൂടി പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു കാണാം, ഇല്ലെങ്കിൽ തന്നെ മേ ബി അവരത് ശരിക്കും മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്മൈൽ കാണാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കെയർ അനുഭവിക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല റിഗ്രറ്റ് ഉണ്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ. ആൻഡ് സോൾ കണക്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഡീപ്ലി ശരിക്കും ഒരു സോൾ കണക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഈ അകൽച്ച അവരെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു കാർഡ് കൂടി എന്തെങ്കിലും അവർക്ക് തിരിച്ചു വരുന്ന എന്തെങ്കിലും സൂചനയോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം.
പേഷ്യൻസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ക്ഷമ വെച്ചിരിക്കാനാണ്. ഓക്കെ, ഐ വിൽ ഓൾവേസ് വെയിറ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് മൈ ലൈഫ്. അത് നിങ്ങൾ ഇത് ആക്ച്വലി നമ്മൾ മെസ്സേജ് നോക്കണ്ട, പേഷ്യൻസ് ഉള്ള വേർഡ് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് ക്ഷമ വെച്ചിരിക്കൂ, പേഷ്യൻസോടെ ഇരിക്കൂ, പേഴ്സൺ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും അവരെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. സോൾ കണക്ഷൻസ് ആണ്, അത് അത്ര പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. ഓക്കെ, പേഴ്സൺ തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് കുറച്ച് നിങ്ങളോട് ക്ഷമ. ആക്ച്വലി യെസ്, ഇവിടെ പിരിഞ്ഞിരിക്കുകയാണല്ലോ, സോ അവർ തിരിച്ച് വരണോ വേണ്ടേ എന്നൊക്കെ ഒരു ആലോചിക്കുന്ന ഒരു സമയമാണ്. സോ കുറച്ച് സമയം കൊടുക്കൂ. ഓക്കെ, ബട്ട് യെസ്, അവർക്ക് ഫീലിങ്സ് ഇപ്പോഴും നിങ്ങളോടുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, അവർക്ക് കുറ്റബോധം നല്ലോണം ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് മെയിൻ കാര്യം. ഓക്കെ, അതാണ് അവർക്ക് പറയാനുള്ള മെസ്സേജ്. ചിലർക്ക് നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.